അതുപോലെ ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പുഷ്പമോ ചന്ദനത്തിരിയോ എണ്ണയോ കർപ്പൂരോ ഇനി ഒന്നുമില്ലെങ്കിൽ 10 പൈസയെങ്കിലും ഇട്ടിട്ട് വേണം തൊഴുവാൻ. അങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിൽ എങ്ങനെ വരണം? തൈലാഭ്യംഗം കൃതാഭ്യംഗം ശിരസാ വേഷ്ടനം തഥാ കഞ്ചുകാവരണം ജാപി വർജയിൽ ദേവമന്ദിരേ. എണ്ണ തേച്ചുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ല. ഘൃതാഭ്യംഗം നെയ് തേച്ചുകൊണ്ട് കയറിക്കൂടാ. ശിരസാ വേഷ്ടനം തഥാ തലയിൽ കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ കയറിക്കൂടാ. കഞ്ചുകാവരണം ജാപി ഷർട്ടിട്ടുകൊണ്ട് അകത്ത് കയറിക്കൂടാ. വർജയിൽ ദേവമന്ദിരേ. അപ്പോൾ ചോദ്യം വരും, സ്ത്രീജനങ്ങളോ എന്ന്. അതിന് പുറകെ പ്രമാണം വേറെ വരുന്നുണ്ട്. കഞ്ചുകാവരണം സ്ത്രീണാം അവശ്യം ക്ഷേത്രദർശനേ. സ്ത്രീകൾ ചട്ടയിടാതെയും കയറരുത്. ചട്ടയിട്ടേ കയറിക്കൂടും. എന്താ ഇങ്ങനെയൊക്കെ വിധിച്ചതിന് വല്ല നിയമമുണ്ടോ? അതിന് അടിസ്ഥാനപരമായി വല്ല ശക്തി ഉണ്ടോ? ഇതിൽ വല്ല രഹസ്യമുണ്ട്? ഈ നിയമാവലി എഴുതി വെച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിലാണ്. അന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഈ ഷർട്ടിട്ട് കയറുന്നതിന് സംബന്ധിച്ച് പല തന്ത്രിമാരെയും വരുത്തി ചർച്ച ചെയ്തിട്ട് പൂർണ്ണമായ സമാധാനം കിട്ടാതെ സരസ്വതി രാമസ്വാമി അയ്യർ ഡൽഹിയിൽ പോയി മദൻ മോഹൻ മാളവ മുതലായ മഹാപണ്ഡിതന്മാരെയും സിദ്ധന്മാരെയും കണ്ട് കേരളത്തിലെ തന്ത്രവിധാനം തന്നെ പ്രത്യേകതയുണ്ടെന്നും അതുകൊണ്ട് അവിടെ ഷർട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല, സമശീതോഷ മേഖലയായതുകൊണ്ട് തണവിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഷർട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് കൊള്ളാം. എന്തുകൊണ്ട്? ഗൗഡേ വിദ്യ ശിവച്ചോലെ മന്ത്രസിദ്ധിസ്തു കേരളേ കർണാടകേ അങ്കനാഭാഗ്യം കശ്മീരേജ ചതുഷ്ടയം. ഗൗഡദേശത്തായിരുന്നു വിദ്യയ്ക്ക് പ്രാബല്യം, ചോളരാജ്യത്തായിരുന്നു ശൈവന്മാരധികം. മന്ത്രസിദ്ധിസ്തു കേരളേ, മന്ത്രസിദ്ധി ഉള്ളവര് കേരളത്തിൽ അധികം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരശുരാമൻ കേരളത്തിൽ അനവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു, തന്ത്രം കൊടുത്തു എന്നെല്ലാം പറയാനുള്ള കാരണം. എന്തുകൊണ്ട് ഈ ഷർട്ട് ഇടാൻ പാടില്ല? ഇട്ടാലെന്താ ദോഷം എന്നൊരു ചോദ്യം വരാം. പുരുഷ ശരീരവും സ്ത്രീ ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എങ്ങനെ? ഭൂമിയും നദികളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. നദികൾക്ക് ആർത്തവം ഉണ്ടായില്ലെങ്കിൽ ഭൂമിയിൽ ഋതുക്കളിൽ സസ്യലതാദികൾ വളരുകയില്ല. നദികൾക്ക് പോലും ആർത്തവം തീണ്ടാരി പറയുന്നു. സിംഹ കർക്കടയോർ മധ്യേ സർവേ നദ്യാഹ രജസ്വലാഹ എന്ന് പറയണു. അതുണ്ടായാലേ സസ്യലതാദികളിൽ ഭൂമിയിൽ ഋതുഭേദമനുസരിച്ച് ഐശ്വര്യം വിതറുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ശരീരത്തിലുള്ള 10 വായുക്കളിൽ 9 വായുക്കളും മരണസമയത്ത് വിട്ടുപോകും. അത് കോട്ടുവായിടുന്ന ഒരു വായുവിന്റെ ശക്തിയാണെങ്കിൽ, തുമ്മുന്നത് വേറൊരു വായുവിന്റെ പ്രവർത്തനമാണെങ്കിൽ, കീശ്വാസം പോകുന്ന വേറൊരു വായുവിന്റെ പ്രവർത്തനമാണെങ്കിൽ, സ്ത്രീ സംയോഗം ചെയ്യുമ്പോൾ ഒരു വായുവിന്റെ പ്രവർത്തനമാണെങ്കിൽ, ഇതൊന്നുമില്ലാത്ത ഒരു വായു സ്ത്രീജനങ്ങൾക്ക് പ്രസവവായു പരിണമിക്കുന്നുണ്ടാവാം. ആ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ കണ്ഠം മുതൽ നാഭി വരെയുള്ളതായ സ്ഥാനങ്ങളിലുള്ള വ്യത്യാസവും സ്ത്രീജനങ്ങൾക്കുള്ള വ്യത്യാസവും തമ്മിൽ പറയുമ്പോൾ കുണ്ടലിനി ശക്തിയുടെ ആഘാതം ഏൽക്കുന്നതിന്, അല്ലെങ്കിൽ അതിന്റെ ശബ്ദങ്ങളുടെയും ഈ ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഇടയ്ക്ക മുതലായ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ധ്വജ ഖണ്ഡ മണിനാഥം മുതലായതിന്റെയും ശക്തിവിശേഷം ഈ സ്ഥലം ഇവർക്കുള്ളത് കൊണ്ട് അതിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ വരികയും പുരുഷന്മാർക്കത് വേഗം കിട്ടുവാനും വേണ്ടിയാണ് ഈ കുണ്ടലിനി ശക്തിയുടെ പ്രാഭവം. ഇപ്പൊ ഇടയ്ക്കൊക്കെ അടിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് ഒരു മേളമണിക്കുന്നത് എന്നുള്ളതല്ല. അതിന്റെ ഉള്ളില് ഈശാനശിവഗുരുദേവ പദ്ധതി എന്ന ഗ്രന്ഥത്തിൽ തന്ത്രസമുച്ചയകാരൻ അത്രയും പറയുന്നില്ലെങ്കിലും തതഞ്ചവിത തഞ്ചൈവ തത്വമസി തത്വമസി മുതലായ വേദമന്ത്രങ്ങളുടെ ധ്വനിയാണ് അകത്തേക്ക് ചൈതന്യം വർദ്ധിക്കുന്നതെന്നർത്ഥം. അങ്ങനെ പല പല ആന്തരിക വിഷയങ്ങളും ക്ഷേത്രവിധാനത്തിൽ നിഗൂഢമായി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മന്ത്രങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചു. ഇതിനകത്ത് ശ്രീരാമനും കൃഷ്ണനും ഗോവിന്ദനും ഒന്നും അല്ലായിരിക്കുന്നത്. ഇത് കലിസന്ധരണോപനിഷത്തിലുള്ള ഒരു മന്ത്രമാണ്. ഹരേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളതായ സർവ്വ ദുരിതങ്ങളെയും സംഹരിച്ചു തന്നേക്കണേ ഭഗവാനെ എന്ന് പറയുക. ഹരേ കൃഷ്ണ ആകർഷണേ എന്നുള്ള ധാതുവാണ്. ഞങ്ങളെ അങ്ങയിലേക്ക് ആകർഷിച്ചാലും. ഹരേ രാമ, എന്റെ ഇന്ദ്രിയങ്ങളെയും ഉപബോധ മനസ്സിനെയും പ്രക്രിയാഭേദേന രമിപ്പിച്ചു തന്നാലും. ഇതാണ് അതിന്റെ നിഗൂഢ രഹസ്യമായ മന്ത്രാർത്ഥം.